എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മൂന്നാം ഏകദിനത്തിലെ ദക്ഷിണാഫ്രിക്കയുടെ ദയനീയ പരാജയത്തിന് പിന്നാലെ ക്യാപ്റ്റൻ ടെംബ ബൗമയുടെ വികാരനിർഭരമായ ഒരു പ്രവൃത്തി ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചിരിക്കുകയാണ്. മത്സരം തോറ്റ ശേഷം ബൗമ വിരാട് കോഹ്ലിയെ കെട്ടിപ്പിടിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്തിരുന്നു. ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ അഭിമാനം നിറച്ച നിമിഷമായിരുന്നു അത്. ഈ സംഭവത്തിന് ശേഷം ബൗമ പറഞ്ഞ വാക്കുകൾ എല്ലാവരുടെയും ഹൃദയം കീഴടക്കി. വിശാഖപട്ടണത്തെ ACA VDC ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ ചരിത്രപരമായ പരമ്പരാ വിജയം നേടിയതിനു ശേഷമാണ് അവിശ്വസനീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. ജയത്തിനു ശേഷം ഇന്ത്യൻ ക്യാമ്പിൽ ആഘോഷം അലതള്ളിയപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ടീം നിശബ്ദമായിരുന്നു. തോൽവിയുടെ വേദന അവർക്ക് സഹിക്കാനായില്ല. കളിക്കാർ പരസ്പരം ഹസ്തദാനം ചെയ്യുമ്പോൾ ബൗമ ആദ്യം KL രാഹുലിന്റെ അടുത്തേക്ക് വന്നു. രാഹുലിന് കൈകോപ്പി ആശംസകൾ നേർന്ന ബൗമയുടെ അടുത്ത നീക്കം എല്ലാവരെയും ഞെട്ടിച്ചു. തന്റെ കളി പൂർത്തിയാക്കി വിജയ റൺസ് നേടിയതിനു ശേഷം ക്രീസിൽ ആഘോഷിക്കുകയായിരുന്ന വിരാട് കോഹ്ലിയുടെ അടുത്തേക്ക് ബൗമ ചെന്നു. രോഹിത് ശർമ്മയുടെ അടുത്തേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് ഈ വിജയം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന മട്ടിൽ എന്തോ പറയുകയും തുടർന്ന് കോഹ്ലിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും കോഹ്ലി ഉടൻ തന്നെ ബൗമയെ തിരികെ കെട്ടിപ്പിടിച്ച് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഈ സമയത്ത് ബൗമയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുപോയ കാഴ്ച സ്റ്റേഡിയത്തിലെ കാണികളെയും ടിവിയിൽ കണ്ട ലക്ഷക്കണക്കിന് ആരാധകരെയും വികാരഭരിതരാക്കി. സമീപത്തുണ്ടായിരുന്ന രോഹിത് ശർമ്മ ചിരിച്ചുകൊണ്ട് ബൗമയുമായി കൈകൊടുത്തു. ഏകദേശം 10 മിനിറ്റോളം ഇരുവരും മൈതാനത്ത് സംസാരിച്ചു. കോഹ്ലി ബൗമയെ ആശ്വസിപ്പിക്കുകയും രോഹിത് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നത് വ്യക്തമായിരുന്നു. മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ബൗമയുടെ വാക്കുകൾ ക്രിക്കറ്റ് സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയായി. അതിങ്ങനെയായിരുന്നു: ഈ മത്സരത്തിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കാണിച്ച ക്യാപ്റ്റൻസിയും ബാറ്റിംഗും എനിക്ക് വലിയ പ്രചോദനമാണ്. അവരുടെ തന്ത്രങ്ങൾ, കളിക്കാരെ ഉപയോഗിച്ച രീതി, മൈതാനത്തെ ശാന്തമായ സ്വഭാവം എല്ലാം എന്നെ ആകർഷിച്ചു, ബൗമ പറഞ്ഞു. ഞാൻ രോഹിത് ശർമ്മയുടെ വലിയ ആരാധകനാണ്. 20,000 റൺസ് പൂർത്തിയാക്കി അദ്ദേഹം തന്റെ പരിചയ സമ്പത്ത് തെളിയിച്ചു. വിരാട് കോഹ്ലി ക്രിക്കറ്റിന്റെ ദൈവമാണ്. ഒരു ജ്യേഷ്ഠനെപ്പോലെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അതുകൊണ്ടാണ് കെട്ടുപിടിച്ച് എന്റെ ആദരവ് പ്രകടിപ്പിച്ചത്. വിരാട് തന്ന ഉപദേശത്തെക്കുറിച്ചും ബൗമ വെളിപ്പെടുത്തി. വിരാട് എന്നോട് പറഞ്ഞു, ജയവും തോൽവിയും കളിയുടെ ഭാഗമാണ്. എന്നാൽ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം നേടുന്നത്. ഈ ഉപദേശം ഞാൻ എപ്പോഴും ഓർമ്മിക്കും. ഇന്ത്യൻ ടീമിന് ഈ പരമ്പരാ വിജയത്തിന് അഭിനന്ദനങ്ങൾ. 2027 ലോകകപ്പ് അവർക്ക് ലഭിക്കട്ടെയെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിരാട് കോഹ്ലിയും ബൗമയുടെ ഈ പ്രവൃത്തിയെ അഭിനന്ദിച്ചു. കോഹ്ലിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ബൗമ, നീ ഒരു പോരാളിയാണ്. കരയേണ്ട ആവശ്യമില്ല. അടുത്ത തവണ കളിക്കളത്തിൽ കാണാം. റെസ്പെക്ട്, കോഹ്ലി ട്വീറ്റ് ചെയ്തു. രോഹിത് ശർമ്മ പിന്നീടൊരു അഭിമുഖത്തിൽ ബൗമ ഒരു യഥാർത്ഥ നേതാവാണ്. തോൽവിക്ക് ശേഷവും അദ്ദേഹം ഇത്രയും ബഹുമാനം നൽകിയത് ക്രിക്കറ്റിന്റെ യഥാർത്ഥ സ്പിരിറ്റാണ്. കാത്തിരിക്കാം നമുക്ക് വരും മത്സരങ്ങൾക്കായി. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ കളിക്കാരെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ടെംബ ബൗമയുടെ ഈ കായിക സ്നേഹത്തിന് നിങ്ങൾ 10-ൽ എത്ര മാർക്ക് നൽകും? അതുപോലെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയും വിരാട് കോഹ്ലിയുടെ പ്രകടനവും യശസ്വി ജയ്സ്വാളിന് എങ്ങനെയാണ് സഹായകമായത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.